ദിവസം റഷ്യൻ നേതാവ് ദിമിത്രി മെദ്വദേവും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ചൂട് പിടിച്ച വാദപ്രതിവാദങ്ങൾ നടന്നിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധഭീഷണി വരെ ഇരു നേതാക്കളും നടത്തി. ഇതിനിടയിൽ ട്രംപിനെ ചൊടിപ്പിക്കാനായി മെദ്വദേവ് ഡെഡ് ഹാൻഡ് എന്നൊരു പരാമർശവും നടത്തി. പിന്നീട് അങ്ങോട്ട് എന്താണ് ഈ ഡെഡ് ഹാൻഡ് എന്നാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ തിരയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡെഡ് ഹാൻഡ് എന്നാണെന്ന് ഒന്ന് നോക്കിയാലോ. സാങ്കേതിക രംഗത്ത് വൻ കുതിച്ചുചാട്ടമുണ്ടാക്കിയ കാലയളവാണ് ശീതസമരകാലം. GPS, ഇന്റർനെറ്റ് തുടങ്ങി അനേകം ഉപകാരപ്രദമായ കണ്ടെത്തലുകൾക്കൊപ്പം തന്നെ അതീവ ശേഷിയുള്ള ആണവായുധങ്ങൾ ഉൾപ്പെടെ നശീകരണ സംവിധാനങ്ങളും വികസിക്കപ്പെട്ടു. ഇക്കൂട്ടത്തിൽ ഒന്നാണ് ഡെഡ് ഹാൻഡ്. മനുഷ്യരിൽ നിന്ന് ഒരു നിർദ്ദേശം പോലും ഇല്ലാതെ ആണവായുധങ്ങൾ പ്രയോഗിക്കാൻ വഴിയൊരുക്കുന്ന റഷ്യൻ സംവിധാനം. റഷ്യ സോവിയറ്റ് യൂണിയൻ ആയിരുന്ന കാലത്താണ് ഈ സംവിധാനം വികസിപ്പിക്കപ്പെട്ടത്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവ ആയുധങ്ങളുള്ള രാജ്യമാണ് റഷ്യ. 1600 ടാക്ടിക്കൽ ആണവ ആയുധങ്ങൾ റഷ്യയ്ക്കുണ്ട്. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളിൽ ചേർക്കപ്പെട്ട 2400 ആണവ ആയുധങ്ങൾ വേറെയുമുണ്ട്. ഇവയെല്ലാം ഡെഡ് ഹാൻഡിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു. ഡെഡ് ഹാൻഡ് എന്ന് പാശ്ചാത്യ ലോകം വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും പെരിമീറ്റർ എന്നാണ് റഷ്യ ഈ സംവിധാനത്തിന് നൽകിയിട്ടുള്ള പേര്. ഏതെങ്കിലും തരത്തിൽ രാജ്യത്ത് ആണവ ആക്രമണം നടന്നാൽ പെരിമീറ്റർ ആക്ടിവേറ്റ് ചെയ്യപ്പെടുക. റഷ്യയുടെ സൈന്യം പൂർണ്ണമായി തുടച്ചുമാറ്റപ്പെട്ടാൽ പോലും തിരിച്ചടിക്കാമെന്ന ഉറപ്പാണ് പെരിമീറ്റർ നൽകുന്നത്. ഇത് സജീവമാകുന്നതോടെ റേഡിയോ പോർമുനയുമായി ഒരു മിസൈൽ റഷ്യയിലുടനീളം പറക്കും. ഈ പോർമുനയിൽ നിന്നുള്ള സിഗ്നലുകൾ റഷ്യയിലെമ്പാടുമുള്ള ആണവ മിസൈൽ സംഭരണികളിൽ വിക്ഷേപണത്തിന് നിർദ്ദേശവും നൽകും. 1985 പെരിമീറ്റർ സംവിധാനത്തിന് തുടക്കമിട്ടത്. പെരിമീറ്റർ ഉണ്ടോ ഇല്ലയോ എന്ന സ്ഥിരീകരണം സോവിയറ്റ് യൂണിയൻ ഒരിക്കലും നൽകിയിട്ടില്ലെന്നായിരുന്നു. എന്നാൽ 2011 റഷ്യ ആ സ്ഥിരീകരണം നൽകി. തങ്ങളെ ആക്രമിക്കുന്ന ശത്രുക്കളെ തങ്ങൾ തീർച്ചയായും നശിപ്പിക്കും എന്നതാണ് ഡെഡ് ഹാൻഡിലൂടെ റഷ്യ ഉയർത്തുന്ന സന്ദേശം. ഇനി ഈ കാര്യത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം.